ഇതാണ് എടക്കൽ ഗുഹ എന്ന് പറയുന്നത്. ഈ എടക്കൽ എന്നുള്ള പേരുണ്ടാക്കുന്നത് മുകളിൽ കാണുന്ന ഒരു കല്ലാണ്. രണ്ട് പാറകൾക്കിടയിൽ തങ്ങിയിരിക്കുന്ന കല്ലാണ് ഇടയിലെ കല്ല് എടക്കൽ എന്നുള്ള പേരുണ്ടാക്കുന്നത്. ഇനി സ്ഥലത്തെ പ്രത്യേകത എന്ന് പറയുന്നത് BC 4000-നും 6000-നും ഇടയ്ക്ക് നവീന ശിലായുഗ മനുഷ്യൻ അവരുടെ ഒരു ഷെൽട്ടറായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. വന്നവർക്ക് ആയുധങ്ങളും എഴുത്തുകളും ഇല്ലാത്തതുകൊണ്ട് അവർ ചുറ്റും കണ്ട കാര്യങ്ങൾ ചിത്രങ്ങളായിട്ട് കല്ലുകൊണ്ടോ കുഴിപ്പാറ കൊണ്ടോ കോറി വരച്ചുണ്ടാക്കിയ ചിത്രങ്ങളാണ് ഈ ചുമരിൽ കാണുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം രണ്ട് കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു ഗോത്രത്തിലായിട്ടുള്ളതാണ്. അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന വേറൊരു ചിത്രം ഒരു മനുഷ്യരൂപം കൂടെ കാണുന്നത്. അതിൻ്റെ മുകളിൽ ഒരു സ്ത്രീരൂപം, ഒരു കുട്ടി, ഒരു ആനയുടെ ചിത്രം, അങ്ങനെ ഒട്ടനവധി മനുഷ്യരൂപങ്ങളും മൃഗരൂപങ്ങളും അടങ്ങിയതാണ് എടക്കൽ ഗുഹയിലെ ചിത്രങ്ങൾ. ഇത് കണ്ടെത്തുന്നത് 1894 അന്നത്തെ ബ്രിട്ടീഷ് മലബാർ പോലീസ് ഫ്രണ്ടാണ്. ഇപ്പോൾ ഇത് ലോകത്തിലെ വിധത്തിലുള്ള കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ലോക പൈതൃക പട്ടികയിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഏക സ്ഥലവും കൂടിയാണ് എടക്കൽ ഗുഹ. എടക്കൽ ഗുഹയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിവിധ കാലഘട്ടങ്ങളിലായിട്ട് മനുഷ്യൻ വന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ കാണുന്ന ഈ രണ്ട് എഴുത്തുകൾ BC 1-ാം നൂറ്റാണ്ടിനും 6-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് എഴുതപ്പെട്ടതാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. മുകളിൽ വരുന്നത് തെക്കൻ ബ്രഹ്മിയും താഴെ വരുന്നത് വടക്കൻ ബ്രഹ്മിയുമാണ്. ഇത് 3 ചരിത്രകാരന്മാർ ആദ്യകാലങ്ങളിൽ വായിച്ചിട്ടുണ്ട്. വടക്കൻ ബ്രഹ്മി വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: ശ്രീ വിഷ്ണുവർമാനാഹ കുടുംബീയ കുലവർദ്ധനസ്യ ലിഖിത എന്നാണ്. വിഷ്ണു ശർമ്മൻ എന്ന കുടുംബീയനായിട്ടുള്ള ഗോത്രത്തലവനെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. തൊട്ട് മുകളിൽ കാണുന്നത് തെക്കൻ ബ്രഹ്മിയാണ്. അത് പൽപുലി താനന്ദകാരി വേടുങ്കോമലി പാണഗജം നന്ദുശക്തി എന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് പല പുലികളെ കൊന്ന് പ്രശസ്തി നേടിയിട്ടുള്ള നന്ദു എന്ന രാജാവ് ഈ മലയിൽ വന്നു എന്നാണ് ആലേഖനം ചെയ്യുന്നത്.